ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഉത്സവം വ്ലോഗിൻ്റെ ഡേ 8 വീഡിയോ ആണിത്. എൻ്റെ ദൈവം ഇങ്ങോട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്, ഞാൻ ഇത്രയും ദിവസം വീഡിയോ എടുക്കുമെന്ന് തന്നെ. എന്തോ എനിക്കൊട്ടും മൂടില്ല ചിലപ്പം വീഡിയോ എടുക്കാനൊന്നും, പക്ഷെ ഞാൻ എന്തോ എടുത്തെങ്ങനെ പോകും ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഡേ 8 ഉണ്ട്. ഇനി നമ്മുടെ ഉത്സവം തീരെ 2 ദിവസം കൂടെ ഉള്ളു. പിന്നെ ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നുണ്ടോ പറയണേ, എനിക്കിത് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് ദേവു വീട്ടിലൊക്കെ ഞാൻ എടുത്തിട്ടേക്കുക. അപ്പോൾ നമ്മുടെ ഉത്സവത്തിൽ വനിതാ കമ്മിറ്റിയുടെ ഓരോ വീട്ടിലായിരിക്കും നമ്മൾ ഊണ് കൊടുക്കുന്നത്, ഈ വായനക്കാർക്കും പാട്ടുകാർക്കും ഒക്കെ. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിലാണ് കൊടുക്കുന്നത്. അപ്പം രാവിലെ ഇഡലി, സാമ്പാർ, പിന്നെന്തോ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് തീർന്നു പോയത് നമ്മൾ ചപ്പാത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടിയത് ചപ്പാത്തിയും പിന്നെന്തോ ഉള്ളിക്കറിയും ഉണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചിട്ട് പിന്നെ ഞാനൊരു ടാങ്ക് കലക്കി, ടാങ്ക് ഞാൻ കുടിച്ച് പിന്നെ ഞാൻ ഉറങ്ങിയില്ല ഗൈസ്. ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. ഇന്നലെ താലപ്പൊലിയും കഴിഞ്ഞ് വന്നിട്ട് 6 മണിക്ക് എന്നെ കുത്തി എഴുന്നേൽപ്പിച്ച് ഗൈസ്. കുത്തി എഴുന്നേൽപ്പിച്ചിട്ട് വീണ്ടും ഞാൻ പണി ചെയ്യുകയായിരുന്നു. ഞാൻ പണിയെടുക്കുന്ന വീഡിയോസ് ഒന്നും നിങ്ങളെ കാണിക്കില്ല, കാരണം ഞാനപ്പോൾ ഭയങ്കര ടയേർഡായിരിക്കും. ഞാൻ വിഷമിക്കുന്നത് നിങ്ങൾ കാണാൻ പാടില്ല, ഞാൻ സന്തോഷിക്കുന്നതല്ലേ കാണേണ്ടത്. പിന്നെ നമ്മുടെ അവിടെ സ്റ്റേജ് കെട്ടുന്നുണ്ടായിരുന്നു. 9ാം ഉത്സവത്തിന് തിരുവാതിര, ഡാൻസ്, എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഡാൻസ് ഉണ്ട്. പിന്നെ ഇന്ന് ഗൗരി അമ്പലത്തിൽ പോകുന്നുണ്ട്. എനിക്ക് ഒട്ടും വയ്യ ഗൈസ്, എൻ്റെ കാലെനിക്ക് ഭയങ്കര വേദനയാണ്. പിന്നെ അവിടെ ജോലിയൊക്കെ ചെയ്യാനുണ്ട്, അപ്പം അമ്മയെ ഹെൽപ്പൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഫോണുള്ളപ്പോഴാണ് ഞാൻ ഈ പപ്പടം തിന്നത്. അപ്പം പപ്പടം തിന്നത് മാത്രം കിട്ടിയിട്ടുണ്ട്. പിന്നെ രാത്രി എല്ലാവരും പോയിട്ട് ശേഷം നമ്മൾ ചോറ് കഴിക്കുക ചെയ്തിരുന്നത്. അപ്പം നമ്മളിന്ന് ഗൗരിയുടെ കയ്യിലോ ആരുടെ കയ്യിലാണ് ഞാൻ ഫോൺ കൊടുത്ത് വിട്ട, സഞ്ജനയുടെ കയ്യിൽ ഫോൺ കൊടുത്ത് വിട്ടിട്ട് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അത് കാണാം നമുക്ക്. അപ്പം നമ്മുടെ ദേവി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ദേവിയുടെ നല്ലില്ലത്തെ പാലകനെയും തോറ്റി പിന്നെ വഴി വെച്ച് ആനകളെ കാണുന്നുണ്ട്. അപ്പം ദേവി പറയുകയാണ്, ആനകളെ എന്നെ അറിയാമെങ്കിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നിട്ടേ പോത്തോളൂ എന്ന് പറയാം. അപ്പം ആനകൾ പോകും. പിന്നെന്തോ മറ്റേ മഞ്ഞച്ചോരകനുണ്ട്. അപ്പം അതിനെയും തോറ്റിയിട്ട് ദേവി നല്ലില്ലത്തേക്ക് വരികയാണ്. അപ്പം നാളെയാണ് നമ്മുടെ ദേവി രാരികനെ കൊല്ലുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ സാരിയാണ് നാളത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ സാരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നൊന്നും പറയാനില്ല. അപ്പം നമുക്കിനി നാളെ കാണാം. അപ്പം ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചു. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഉത്സവം വ്ലോഗിന് 2 ഡേയ്സ് കൂടെ ഉള്ളു. അപ്പം നിങ്ങളിതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ.